മാന്യ പ്രേക്ഷകർക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ സ്ട്രെസ് എന്താണ്, സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു. മാനസിക സമ്മർദ്ദം എന്നാണ് സ്ട്രെസ്സിൻ്റെ മലയാള അർത്ഥം. മാനസികമായി ഉണ്ടാകുന്ന ഇത്തരം സ്ട്രെസ്സുകൾ ഒരുപാട് സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമായേക്കാം. മെൻ്റൽ സയൻസ് ഓഫ് സ്ട്രെസ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മെ വഴികാട്ടാനായി എന്നത്തെയും പോലെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കോഴിക്കോട് സഹസഞ്ചാലികയായിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മളൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തു സ്ട്രെസ് എന്താണ്, സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഈ എപ്പിസോഡിൽ നമ്മൾ നേരെ പോകുന്നത് മാനസിക സമ്മർദ്ദം എന്നാണ് സ്ട്രെസ്സിൻ്റെ മലയാളം. അപ്പോൾ തീർച്ചയായും മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മനുഷ്യന് തീർച്ചയായും എന്തെങ്കിലും സ്വഭാവ വൈകല്യങ്ങൾ തീർച്ചയായും ഉണ്ടായേക്കാം. അതെന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ എപ്പിസോഡ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണം ഇന്നെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ദേഷ്യം സ്ട്രെസ്സിന് കാരണമാണ്. ഇന്ന് എത്രയോ ആളോട് ചോദിച്ചു നോക്കിയോളൂ, പലരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, അതൊന്ന് നിയന്ത്രിക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, അതിനെന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. എപ്പോഴാണ് നമുക്ക് ദേഷ്യം വരാമെന്നറിയോ? നമ്മുടെ അനിഷ്ടം ഉള്ള മീൻസ് എൻ്റെ മനസ്സിൽ എൻ്റെ ശരിക്ക് വിപരീതമായിട്ട് ആൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ അവരുടെ ശരിയായിരിക്കാം അത്, പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഒരു ശരി ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ വിരുദ്ധമായിട്ട് വേറൊരാൾ പ്രവർത്തിച്ച് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിലത് ഈ അനിഷ്ടം ഉണ്ടാക്കുന്നു. ആ അനിഷ്ടം സ്വാഭാവികമായിട്ടും ക്രോധത്തിൻ്റെ രൂപത്തിൽ അതങ്ങ് പുറത്തേക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരാൾ എന്നെ അറിയരുത് എന്ന് മറച്ചു വെച്ചതായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആരെങ്കിലും പൊളിക്കാൻ പോകണമെന്ന് തോന്നിയാലും മനുഷ്യന്മാർക്ക് ദേഷ്യം വരും. ഈ സമയത്തൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ മാനസിക അവസ്ഥ ആലോചിച്ച് നോക്കിയേ, സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് എന്ന് വെച്ചാൽ അർത്ഥം ഒരാൾ ദേഷ്യം വരുന്നു എന്ന് വെച്ചാൽ അർത്ഥം അവരുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യമായിട്ട് ഒന്നുകിൽ അടിച്ചമർത്തപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് അനിഷ്ടമായിട്ടുള്ളൊന്നും നടക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, നമ്മുടെ വീട്ടിൽ രണ്ട് പേര് തമ്മിൽ പറയുമ്പോൾ അനാവശ്യമായിട്ട് ഇങ്ങനെ എന്ത് പറഞ്ഞു ചെറിക്കടിച്ച് മറുപടി പറയുക, അതല്ലെങ്കിൽ ടഫായിട്ട് ആൻസർ പറയുക ചെയ്യുമ്പോൾ എന്താ പറ്റിയ, എന്താ പ്രശ്നം ചോദിക്കാറില്ലേ? അപ്പോൾ അതിന് നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മൾ അറിയുന്നുണ്ട് ഇവർക്ക് ദേഷ്യം വരുന്നുവെങ്കിൽ ഇവരെന്തോ ഒരു സ്ട്രെസ്സിലാണ്, അതെന്താ പ്രശ്നം എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം എനിക്കൊന്നുകിൽ തുറന്ന് പറയാൻ പറ്റണം, പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കണം. അതല്ല എങ്കിൽ ഉള്ളിലത് ഒളിപ്പിച്ചു വെച്ചാൽ അത് തീർച്ചയായിട്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുകയും ആ ഉള്ളിലുള്ളതായിട്ടുള്ള സംഘർഷം പുറത്തേക്ക് ക്രോധമായിട്ട് പ്രവഹിക്കുകയും ചെയ്യും. ചിലയിടത്ത് നമുക്ക് ഫ്രീഡം ഉണ്ടാവും നമ്മുടെ ദേഷ്യം കാണിക്കാനായിട്ട്, അവിടെ നമ്മൾ ദേഷ്യം കാണിച്ചു പോകും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദേഷ്യം കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് ഒറ്റപ്പെടാൻ ആഗ്രഹം, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല, ഞാൻ മിണ്ടാതെ പോയിരിക്കട്ടെ എന്നുവെച്ചർത്ഥം എല്ലാവരും ഒഴിവാക്കി ഒറ്റപ്പെട്ടിരിക്കാനുള്ളതായിട്ട് പ്രവണത കാണിക്കുക. ഇതും ഒരു സ്വഭാവ വൈകല്യം തന്നെയാണല്ലോ. കൂട്ടത്തിൽ കൂടാതിരിക്കുക, മിക്സ് ചെയ്യാതിരിക്കുക, വേറിട്ട് നിൽക്കുക, ഒറ്റയ്ക്ക് ചിന്തിച്ചിരിക്കുക, ഇതൊക്കെ ഒരു ഡിപ്രഷൻ്റെ ആരംഭ ഭാഗമായിട്ട് പല ഡോക്ടർമാരും ഇതിനെ കാണാറുണ്ട്, മാനസിക രോഗത്തിൻ്റെ ഒരു അവസ്ഥയായിട്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കുറച്ചധികം കാലം പോണ്ടി വന്നാൽ അധികം വൈകാതെ ഒരു ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് ഉണ്ടാവാൻ തുടങ്ങും. സാധനം എവിടെയാണ് വെച്ചെന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവില്ല, എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടാവില്ല, എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് സ്വയം നിയന്ത്രണം ഇല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ ആൾ പറയില്ലേ, എനിക്കെന്താ സംഭവിക്കുന്നതല്ല, ഞാൻ പറഞ്ഞോ, ഞാൻ അങ്ങനെ ചെയ്തോ എന്നൊക്കെയുള്ള ആളുകൾ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നുവെച്ചാർത്ഥം അവർ അത്രയും അധികം വലിയ മാനസിക സമ്മർദ്ദത്തിന് വിധേയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിറച്ചു വെച്ച പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു സാധനം അതിനുള്ളിൽ എടുത്തു വെക്കാൻ പറ്റാതിരിക്കുന്ന പോലെ മനസ്സിൽ സംഘർഷത്തിൻ്റെ സങ്കല്പങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന സമയത്ത് അതിനുള്ളിൽ വേറൊരു കാര്യത്തിന് വെക്കാനുള്ള സ്പേസ് ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം എടുത്തു വെച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ചിലപ്പോൾ ഇങ്ങനെ പോലും പറയും, ഇത് അങ്ങനെയൊന്നും മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുവച്ചെന്ന് ഓർമ്മയുണ്ടാവും, എവിടെയാണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവില്ല.
അങ്ങനെയുള്ള ആബ്സെൻറ്റ് മൈൻഡ്നെസ് ഒക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാർ അതാണ്. പിന്നെ ചിലർക്ക് അതൊരു ആങ്സൈറ്റി ആയിട്ട്, ചിലർക്ക് ആങ്സൈറ്റി രോഗമായിട്ട് മാറുന്നുണ്ടല്ലോ. ആകാംക്ഷ, എന്ത് പറഞ്ഞാലും അയ്യോ അത് അങ്ങനെയാവുമോ, അയ്യോ അത് ഇങ്ങനെയാവുമോ. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, കുട്ടി സ്കൂളിൽ പോയാൽ വരും വരെ പല അമ്മമാരും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്, മോളും അല്ലെങ്കിൽ മോനും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരും വരയ്ക്ക് സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വരും വരെ സമാധാനം ഉണ്ടാവില്ല. നോർമലാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോവുക, കുട്ടികൾ സ്കൂളിൽ പോവുക, സമയമാകുമ്പോൾ തിരിച്ചു വരിക. ഇത് ഈ ലോകത്ത് എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം, അവരുടെ വീട്ടിൽ മാത്രം നടക്കുന്നതല്ല. പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കുന്ന ഉദ്വേഗാവസ്ഥ കാരണം കൊണ്ട് അവർക്ക് ഓരോ കാര്യത്തിലും ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള വിഷ്വൽസേ ഉണ്ടാവുള്ളൂ. കുട്ടി ഓഫീസിലെത്തിയിട്ട് ഞാൻ ഓഫീസിലെത്തി എന്ന് വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ, ചില ഭാര്യമാർക്ക് ഭയങ്കര ടെൻഷൻ. കാരണം റോഡ് അങ്ങനെയാണ്. അപ്പോൾ അവർ കാണുന്നത് എന്താണ്, ഭർത്താവ് പോകുന്ന വഴിയിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ മക്കൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്. ആരാണോ പോയത്, വീട്ടിലിരിക്കുന്ന ആൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്ത ആൾ, അവർ പോകുന്ന വഴിയുള്ളതായിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയാണ്. എന്നുവെച്ചാൽ അർത്ഥം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആകാംക്ഷ ഒരു രോഗമായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആങ്സൈറ്റിയും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലർക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഗിൽറ്റി കോൺഷ്യസും ഉണ്ടാവാറുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ സോറി പറയുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതൊരു അനിവാര്യമായിട്ടുള്ള മാനേഴ്സാണെന്ന് ഞാൻ പറയും. കാരണം സംഭവിച്ചു പോയ ഒരു തെറ്റിനെ നമുക്ക് തിരുത്താൻ അതേപോലെ ഇല്ലാണ്ടാക്കിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് ആ സംഭവിച്ചു പോയതിൽ വിഷമമുണ്ട് എന്ന് നമ്മൾ പറയേണ്ടത്, ഒരു മാപ്പ് ചോദിക്കേണ്ടത്, ഒരു സോറി പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ചിലരുണ്ടല്ലോ, അങ്ങനെ സംഭവിച്ചു പോയി, സോറി പറയാൻ പറ്റില്ല, സാരല്ലേ പോട്ടെ എന്ന് പറഞ്ഞാലും അയ്യോ എന്നാലും അങ്ങനെ സംഭവിച്ചില്ലേ. ഞാൻ ഓർക്കൊരു ഭായി അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എന്നോട് പറഞ്ഞു, ക്ലാസ്സിൽ ഞാനൊരു സത്സംഗം നടത്തുന്ന സ്ഥലത്ത് ചെന്ന സമയത്ത് അങ്ങനെ ചെറിയൊരു കാര്യം അവരെ അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടായി. അപ്പോൾ ക്ലാസ് കഴിയുന്ന സമയത്ത് മുഴുവൻ ഇവരെ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ് ക്ലാസ്സിൽ. ഞാൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, മനസ്സ് കേൾക്കുന്നില്ലേ, ഇന്ന് എവിടെയാണ് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരും പറഞ്ഞില്ല എന്നോട്. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. എന്തിനാ നെഞ്ചുവേദന? ഒരു അബദ്ധം സംഭവിച്ചു പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മണിക്കൂറുകളിൽ ഈ കാര്യം സംഭവിച്ചിട്ട് ഒരു 4 മണിക്കൂർ സമയമായിട്ടുണ്ടാവും. ആ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവരെ മനസ്സിലുള്ള അതിൻ്റെ അത് കേടായി പോയല്ലോ, ഞാൻ സിസ്റ്ററോട് പറയണ്ടേ, ഇങ്ങനെ എൻ്റെ സംഭവിച്ചു പോയില്ലേ. ഒരു സാധനം ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവാം, വീണ് പോയിട്ടുണ്ടാവാം. ഞാൻ എപ്പോഴും ഓർമ്മിക്കും നമ്മുടെ സീനിയറായിരിക്കുന്ന ഞങ്ങളുടെ ദീദി, കോഴിക്കോടുള്ള ദീദി, അഥവാ ഒരു ഗ്ലാസ് എങ്ങാൻ വീണ് പൊട്ടിപ്പോയത് ആരത് പൊട്ടിച്ച് എന്ന് സാധാരണ എല്ലാ വീട്ടിലും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചുകൂടെ, അതങ്ങനെ പൊട്ടിച്ചു ഇങ്ങനെ പൊട്ടിച്ച്. ബേഞ്ച് ഒരിക്കലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ബേഞ്ച് പറയാം, പൊട്ടാനുള്ള ഗ്ലാസ് ഉണ്ടാക്കിയത് അത് പൊട്ടിപ്പോവാനാണല്ലോ, അത് പൊട്ടിപ്പോയാലല്ലേ പുതിയ ഗ്ലാസ് അവർക്ക് ചിലവാവുള്ളൂ, അപ്പോൾ അതുകൊണ്ട് സാരല്ലേ പോട്ടെ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചേക്കാം, ഒരു സാധനം തകർന്നേക്കാം, കേടായേക്കാം. പക്ഷെ ആ സാധനമല്ലേ തകർന്നിട്ടുള്ളൂ, അത് തകർന്നു എൻ്റെ അങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോയി, പല കാരണങ്ങളും നിരത്തി അത് കഴിയുമ്പോഴേക്കും നെഞ്ചുവേദനയായി ക്ലാസ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നെഞ്ചുവേദനയായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് അബദ്ധമായി കാണിച്ചത്, ഈ 4 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് വല്ല അറ്റാക്ക് ഒന്നും പോയാലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ. സിമ്പിളാണ്. പക്ഷേ അതുവരെയുള്ളതായിട്ടുള്ള ഒരു ആകാംക്ഷ വളർത്തി പിറ്റേ ദിവസം കിടപ്പായി, അതിൻ്റെ പിറ്റേ ദിവസം ഒരു കിടപ്പാണ്, ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അവർ കിടക്കുകയാണ്. ആ 4 മണിക്കൂർ അനുഭവിച്ച അവരെ മാനസിക സമ്മർദ്ദം. ആളുകളെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്നതും ഇത്തരം സിറ്റുവേഷൻ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മളെ തെറ്റ് പറ്റാത്ത മനുഷ്യന്മാർ ആരും ഈ ഭൂമിയിലില്ല. എല്ലാ മനുഷ്യനും തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തെറ്റ് പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അബദ്ധം സംഭവിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കരുതാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ആ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റായിപ്പോയി എന്ന ഒരു പശ്ചാത്താപം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം, നല്ല തിരുത്താൻ കഴിയുള്ളൂ. അതേസമയം അതങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് അതേ അവസ്ഥയിൽ തന്നെ കുറേയും കൂടെ മറ്റുള്ളവർക്ക് വേദനയും ദുഃഖവും വിഷമവും കൊടുക്കുന്ന ആളെയും കാണാം. അതിനെ ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറയും. ഇതും സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഒരു റിസൾട്ടാണ്. ഇങ്ങനെ പല രീതിയിൽ. പിന്നെ ആളുകളുടെ ഡ്രൈവിങ്, ഇന്ന് നമ്മൾ റാഷ് ഡ്രൈവിങ് കാണുന്നില്ലേ, അതിന് ഞാനൊരു വലിയ കാരണക്കാരനായിട്ട് കാണുന്നത് പലപ്പോഴും മൊബൈലാണ്. പണ്ട് ഒരു വീട്ടിൽ നിന്ന് പോയാൽ അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒരു മെസ്സേജ് അറിയുള്ളൂ. അപ്പോൾ അഥവാ ഇൻ ബിറ്റ്വീൻ ഡ്രൈവിങ്ങിൽ അവർ പോകുന്ന വഴിക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലും ആരൊന്നും പറയാനില്ലേ. ഇപ്പം അങ്ങനെയല്ല, അവർ ചിലപ്പോൾ നല്ല ബിസി ഡ്രൈവിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഹൈ സ്പീഡിലായിരിക്കും, അർജൻറ്റായിട്ട് പോവുമായിരിക്കും. എവിടെയെങ്കിലും കിട്ടിയതായിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ ഉടനടി ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ
ഈ ഫോൺ ഉപയോഗിച്ചവർക്ക് പിഴ അടയ്ക്കണം എന്നൊക്കെ നിയമം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് അവർ ഫോണിൽ സംസാരിച്ച് പോകുമ്പോൾ അടുത്തുള്ള ആളോടാണോ സംസാരിക്കുന്നത് അതോ ഫോണിലാണ് സംസാരിക്കുന്ന കാര്യം പോലീസിന് മനസ്സിലാവില്ലല്ലോ. അതുപോലെ ഈ കാറുകളിൽ തന്നെ ഇപ്പോൾ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അഥവാ ഞാൻ ഒരിക്കലും നടക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട ഒരു നഷ്ടത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ കൺട്രോൾ അവർക്ക് ഇല്ലാതായി പോകും. മനസ്സിൻ്റെ കൺട്രോൾ ഇല്ലാണ്ടായി എന്ന് ചിലർത്ഥം ഡ്രൈവിങ്ങിൻ്റെ കൺട്രോൾ ഇല്ലാതാവും. പലപ്പോഴും ആക്സിഡൻസ് കാരണമായിട്ട് മാറുന്നുണ്ട് ഇത്തരം മൊബൈലിൽ. ഞാൻ ഓർമ്മിക്കും, ഒരു കുട്ടി അവളുടെ അച്ഛൻ മരിച്ചതായിട്ടുള്ള അവസ്ഥ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു ടേണിംഗ് ആണ്. ആ ടേണിങ്ങിൽ ഇവിടെ ചായ ഉണ്ടാക്കിയിട്ട് ചായയും കടിയൊക്കെ ആക്കി വെച്ചിട്ട് അച്ഛനെ വിളിച്ചതാണ്. എവിടെ എത്തി അച്ഛാ വരല്ലേ എന്ന് വെച്ച് വിളിച്ചതാണ്. അപ്പോൾ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യായിരുന്നു അച്ഛൻ. മോളുടെ ഫോൺ ആയതുകൊണ്ട് അച്ഛൻ ഫോൺ എടുത്തു ഞാൻ ദാ വന്നു എന്ന് പറയുന്നു. ദാ വന്നു എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് നോക്കി വെക്കുന്ന ആ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓവർടേക്ക് ചെയ്ത് പോയി നേരെ അടുത്ത കാറിൻ്റെ അടിയിലേക്കാണ്. അടുത്ത സെക്കൻഡിൽ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അടുത്ത സെക്കൻഡിൽ മോൾക്ക് ഫോൺ ചെയ്യുന്നത് ചായ കുടിക്കാൻ അച്ഛൻ വിത്തൗട്ട് ബോഡിയാണ്. എന്നാലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഇങ്ങനെ പലപ്പോഴും മനസ്സിൻ്റെ അവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത് ചെറിയൊരു മൊബൈലിൻ്റെ അശ്രദ്ധ ഭാഗമാണെങ്കിൽ ഇങ്ങനെയുള്ള അശ്രദ്ധ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഗിൽറ്റി കോൺഷ്യസ്, മനുഷ്യന്മാർക്ക് അനാവശ്യമായിട്ട് ഇറിറ്റേഷൻ, ദേഷ്യം, സങ്കടം, വെറുപ്പ്, പിന്നെ നിരവധി സ്വഭാവ വൈകല്യങ്ങൾ ഇതുകൊണ്ടുണ്ടാവും. ഇതിൻ്റെ ഫലം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കാര്യം ചെറുതേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ കാര്യത്തിനോട് നമുക്ക് അഥവാ നമ്മൾ മാനസിക സമ്മർദ്ദത്തിന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആണ് എങ്കിൽ, മാനസിക സമ്മർദ്ദം കുറച്ചും കൂടെ സിംപ്ലസ്റ്റ് വേയിൽ പറഞ്ഞു നോക്കിയേ, എൻ്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന നിമിഷം. അപ്പം എൻ്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണ് എങ്കിൽ കാര്യത്തിന് വലുപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മുടെ അതിനുള്ളതായിട്ടുള്ള റിയാക്ഷൻ, റെസ്പോൺസ് ആയിരിക്കില്ല, റിയാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു പ്രതികരണം കൊണ്ട് കേൾക്കുന്നവരുടെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു പോകും. ഇനി അങ്ങനെ വിഷമിച്ചു പോയ മനസ്സിനെ തിരിച്ച് വീണ്ടും ആ വിഷമം ഇല്ലാണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സോറി പറയാൻ പറ്റും, ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ പറ്റും, ഞാൻ ആ സമയത്ത് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു പോയതെന്ന് പറയാൻ പറ്റും. പക്ഷേ ഏറ്റുപോയ മുറിവ് അവിടെ ഏറ്റുപോയത് തന്നെയാണ്. ആ മുറിവ് പിന്നെ നിങ്ങൾക്ക് നികത്താൻ സാധിക്കില്ല. അങ്ങനെ പതുക്കെ 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 ഈ മനസ്സിൻ്റെ അവസ്ഥയിൽ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അത് നമ്മുടെ സ്വഭാവ വൈകല്യമായി കൊണ്ട് മാറും. പിന്നെ ഒരു കാര്യം, ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇറിറ്റേഷനോ ദേഷ്യമോ ഗിൽറ്റി കോൺഷ്യസോ അതോ എല്ലാവരും ഒഴിവാക്കി ഇവാഷൻ എന്ന് പറയുക ഒറ്റയ്ക്ക് പോയിരിക്കാനുള്ളതായിട്ടുള്ള പ്രവണതകളോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിംറ്റം നമുക്കുണ്ടാവുന്ന സമയത്ത് ഇതെന്തിനു വേണ്ടിയാണ് നമ്മളിതൊന്ന് റെഫർ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ സാധാരണ ജീവിതം എടുത്ത് നോക്കിയാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്, നിരവധിയാണ് വരുന്നത്. ഒരു ദിവസം തന്നെ പല തവണ ഇങ്ങനെയുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന കാണുമ്പോൾ അതിനൊരിക്കലും ഡോൺ കെയർ ആക്കരുത്. അങ്ങനെയുള്ളൊരു അവസരം വന്നു കഴിയുമ്പോൾ സാരല്ല പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടേക്കരുത്. നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിൽ ഏതോ ഒരു മുള്ള് കൊളുത്തി കിടക്കുന്നുണ്ട്. അഥവാ ആ മുള്ളിനെ എടുത്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ള് തറച്ചു എന്ന് വിചാരിക്കുക, ആ മുള്ളിനെ നിങ്ങൾ എടുത്ത് കളഞ്ഞില്ല എങ്കിൽ, നമ്മൾ പറയും മെഡിക്കൽ ലാംഗ്വേജിൽ ഫോറിൻ ബോഡി എന്ന്, ആ സാധനം ശരീരത്തിനുള്ളിൽ ഇരുന്നാൽ അത് കളയാന്നുള്ളത് ശരീരത്തിൻ്റെ ആവശ്യമാണ്. കളയാൻ വേണ്ടി അതിൻ്റെ ചുറ്റും അത് പഴുപ്പാക്കും. പഴുക്കും മുള്ളു തച്ചിരുന്നാൽ പിന്നെ ആ പഴുത്ത ഭാഗത്തിന് ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി വരും. അല്ലെങ്കിൽ അതിനെ തുറന്നെടുത്ത് ആ പഴുപ്പും ആ സാധനവും കൂടി എടുത്ത് കളയണം. അവിടെ ഹോളാവും, പെയിനാവും, വേദനയാവും, ഒരു പക്ഷേ അത് പരന്ന് പ്രോബ്ലം ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് അവിടെ അവസാനിച്ചേക്കും. ശരിയല്ലേ? ഇത് ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഒരു മുള്ള് അവിടെ തറച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു കൊളുത്ത് അവിടെ ഉണ്ട് എങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണാൻ നമ്മൾ അപ്പം ശ്രമിക്കുകയാണ് എങ്കിൽ, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്നത്, എന്താ എൻ്റെ മനസ്സിൻ്റെ പ്രോബ്ലം, എൻ്റെ ഉള്ളിൽ എനിക്ക് എന്തിലാണ് ഡിസ്റ്റർബൻസ് വന്നിരിക്കുന്നത്, എന്താ എനിക്ക് അനിഷ്ടം ഉണ്ടായത്. എനിക്ക് ചില പേഴ്സണാലിറ്റിയോടായിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, ചിലപ്പോൾ മക്കളും അമ്മയായിരിക്കാം, അഥവാ ഇൻലോസ് ആയിരിക്കാം, അഥവാ നമ്മുടെ സ്റ്റാഫ് ആയിരിക്കാം, നമ്മുടെ കൊളീഗ്സ് ആയിരിക്കാം, ആരും ആയിരിക്കാം. അപ്പോൾ ഒരാളെടുത്ത് പെരുമാറുമ്പോൾ എനിക്ക് എവിടുന്നോ അറിയാണ്ട് ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കി എവിടെയോ ഒരു സ്ഥലത്ത് ഉള്ളിൽ പോയിട്ട് എന്തോന്നു കൊളുത്തിയിട്ടുണ്ട്. ആ കൊളുത്ത് എന്തെന്ന് മനസ്സിലാക്കി അഥവാ റിമൂവ് ചെയ്തില്ല എങ്കിൽ ശരീരത്തിൽ പഴുത്ത് പോകുന്നത് പോലെ മനസ്സിൻ്റെ ഉള്ളിൽ അവിടെ പഴുക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അർത്ഥം അകാരണമായിക്കൊണ്ട് അവരും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയും തിരിച്ചു വരാൻ നോക്കിയാൽ നമുക്കതിനൊരിക്കലും ഹീൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധ്യമല്ല. ഇത് ഒരു വശമാണെങ്കിൽ
മറുഭാഗത്ത് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാതെ ഒരു പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു എനർജി പുറത്തേക്ക് വരുമ്പോൾ, അത് ദേഷ്യമാവട്ടെ, സന്തോഷമാവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനനുബന്ധമായിരിക്കുന്നതായിട്ടുള്ള എനർജി, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞ ഉറക്കത്തിൽ ഞാനൊരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയാണ്. ആ ഞെട്ടി എണീക്കുന്ന സമയത്ത് സ്വപ്നത്തിലാണ് സംഭവിച്ചത്, ആക്ച്വലി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ സ്വപ്നത്തിൽ സംഭവിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്ന മൊമെന്റിലും നിങ്ങൾ വിറയ്ക്കാറില്ലേ? തീർച്ചയായും അത് നമുക്ക് ഫീൽ ചെയ്യും. എനിക്കും എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചിട്ട് പോയി, തളർന്നിട്ട് പോയി, ഞാൻ അങ്ങനെ കണ്ടു എന്ന് പറയുന്നത്. ഫിസിക്കലി ഒന്നും നടന്നിട്ടില്ല, മനസ്സിനുള്ളൊരു കാര്യം കണ്ടത് മാത്രമാണ് നിങ്ങൾ. അത് അടുത്ത സെക്കൻഡിൽ മുഴുവൻ ശരീരത്തിലേക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നു. കാര്യം അത് ശരിക്കും ഉണ്ടായോ ഇല്ലേ എന്നുള്ള കാര്യം രണ്ടാമത്തെ ഫാക്ടറാണ്. നിങ്ങളുടെ ബോഡിക്ക് അതുകൊണ്ട് സ്പ്രെഡ് ചെയ്യപ്പെട്ടു പോയിട്ടുള്ള എനർജി എന്താണ്? നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിന് അത് വിറയലായിട്ട് അനുഭവപ്പെടും. വീട്ടിൽ അവർ കരഞ്ഞിട്ടോ ബഹളം വെട്ടോ ചാടി എഴുന്നിട്ട് വന്നു ഓടി വരുന്നവർ എന്താ ഉണ്ടായേ ഏതാനും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം വന്നു കഴിഞ്ഞു. ഇത് ഒരു സ്വപ്നം കണ്ടു, അങ്ങനെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള പ്രകടമായൊരു ഭാവം ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ആ ഒരു സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ഈ കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വേറൊരു എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ തോന്നിയ കാര്യം, നമ്മള് ദുഃഖം വരുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഓട്ടോമാറ്റിക്കലി അത് ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് തെളിവാണ്, പ്രൂഫാണ് ശരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു കാര്യം, ഏതൊരു തോട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴും, ഇപ്പോൾ എനിക്കൊരാളെ കാണുമ്പോൾ എനിക്ക് അവരെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇറിറ്റേഷൻ വന്നു, ഞാൻ അവരുടെ ഇറിറ്റേഷൻ പ്രകടിപ്പിച്ച ശേഷം പോയി രണ്ടാമത്തെ പ്രാവശ്യം അവരെ കാണുമ്പോഴും അവരായിട്ട് ശരിയാവില്ല, ഞാൻ അങ്ങ് മാറിപ്പോകാൻ നോക്കുകയാണ്. സ്വാഭാവികമായിട്ട് വീണ്ടും ഒരു ഇറിറ്റേറ്റീവ് തോട്ട് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഓരോ പ്രാവശ്യം ഇറിറ്റേഷൻ തോട്ട്സ് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും തോട്ട്സ് ഉണ്ടാവുന്നത് ഇവിടെയാണ്. പക്ഷെ അത് ഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കോശങ്ങളിലേക്ക് ആ എനർജീനെ, ഇറിറ്റേഷൻ്റെ മെസ്സേജിനെ സ്പ്രെഡ് ചെയ്തു. എൻ്റെ ശരീരത്തിൽ അവിടെ ഒതുങ്ങി നിൽക്കാൻ പോകുന്നുണ്ടോ? അത് ഇല്ല, അത് വൈബ്രേഷൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. വീണ്ടും ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുന്നു. അതുകൊണ്ടാണ് ഒരാളായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായി ഒരാളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരാളടുത്ത് നമുക്കൊരു ഇറിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ അതേപോലുള്ള സാഹചര്യങ്ങൾ വീണ്ടും 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 വരും. നമ്മൾ പറയാം, അന്ന് ഞാനത് പോട്ടേന്ന് വിചാരിച്ചു, അതെന്നും അങ്ങ് ആവർത്തിച്ചുകൊണ്ടിരുന്നാലോ? എന്നും ആവർത്തിക്കാൻ റീസൺ എന്തുകൊണ്ടാണ്? അന്ന് ഉണ്ടായ സമയത്ത് എൻ്റെ ഉള്ള ഒരു തോട്ട് ഉണ്ടായപ്പോൾ, ഒരു ഇറിറ്റേഷൻ ഉണ്ടായപ്പോൾ, ഒരു സ്വഭാവ വൈകല്യം വന്നപ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി അതിനവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. അതുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫുൾ സ്റ്റോപ്പ് ഇട്ട മെസ്സേജും പോകുമല്ലോ. അപ്പോൾ ആ ഇറിറ്റേഷൻ പോകുന്നു, സ്വാഭാവികമായിട്ട് അതേപോലെ ഇറിറ്റേഷൻ സാഹചര്യങ്ങൾ വീണ്ടും ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അത്തരം സാഹചര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വീടുകളിലുള്ളിൽ ചെറിയ കൊച്ചു കാര്യങ്ങളിൽ നിന്നാണ് ചെറിയ പിണക്കങ്ങൾ, ചെറിയ കെയർലെസ്നെസ്, ചില ഒരു ഫോൺ കോളിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ പേരിൽ, ഒന്നും ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല, അപ്പം നെവർ മൈൻഡ് ആക്കി അത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ പറയാതെ അതങ്ങനെ അങ്ങ് സഹിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ രണ്ടാളും അന്യോന്യം വെറുക്കാൻ തുടങ്ങുന്നത് കാണാം നമുക്ക്. അത് ആ രണ്ടാളെ റിലേഷൻ ഏതും ആവാം, അമ്മയും മകനാവാം, മകളും മകനും ആവാം, ഹസ്ബൻഡ് വൈഫാവാം. ഇങ്ങനെ ബന്ധങ്ങൾ ഡൈവോഴ്സിന് പോകുന്ന ഹസ്ബൻഡ് വൈഫിനെ കണ്ടിട്ടുണ്ട്. അവസാനം പറഞ്ഞു വരുമ്പോൾ കാര്യം എന്താണല്ലേ? നത്തിങ്. അതുകൊണ്ടാണ് ഞാൻ ആരോ പറഞ്ഞൊരു കോട്ടിങ് ഓർമ്മിക്കും, എല്ലാ വഴക്കുകളും ശൂന്യതയിൽ നിന്ന് ആരംഭിക്കുന്നത് എന്ന്. ആക്ച്വൽ നോ റീസൺ. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ മനസ്സ് സമ്മർദ്ദത്തിന് വിധേയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്നതായിരിക്കുന്ന സ്വഭാവ വൈകല്യങ്ങളും ഒരു പ്രാവശ്യം അത് സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ തിരുത്താത്തത് കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്തുണ്ടാവുന്ന കാര്യം നമ്മുടെ സംസ്കാരത്തിൽ ഉറയ്ക്കുകയും അതായിപ്പോവും നമ്മുടെ സംസ്കാരം. ഇങ്ങനെ ഒരുപാട് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് ഈ മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെ തിരുത്താൻ വേണ്ടതായിട്ടുള്ളൊരു ശ്രദ്ധ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും ഇതിൽ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, വളരെയധികം മൈന്യൂട്ടായിരിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സിലൂടെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ലൈഫിൽ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ദിവസം ചില ആളുകൾ ബിസിനസ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ലൈഫിലൊക്കെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം കടന്നു പോകുമ്പോൾ പിന്നെ ഒരു നല്ല അവസ്ഥയിൽ എത്തുമ്പോൾ പോലും അവരുടെ റിയാക്ഷൻസ് ആ ലെവലിലുണ്ടാവുക. കാരണം അവർ ആ ലെവലിൽ എത്തിപ്പോയി കഴിഞ്ഞ്
അപ്പോൾ അവർക്കത് തിരുത്താൻ പറ്റുന്നില്ല. അപ്പം നല്ലതിനെ സ്വയം നമ്മൾ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കും. ഇപ്പം ഇതിനെപ്പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം പലർക്കും സംശയം വന്നിട്ടുണ്ടോ ദേഷ്യത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, ചില സമയത്ത് അത് ആവശ്യമുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സിസ്റ്റർ പറഞ്ഞു തരണം. ഇന്ന് നമുക്ക് തന്ന അറിവ് വളരെ അമൂല്യമാണ്. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. നമ്മുടെ നിത്യജീവിതത്തിൽ സ്ട്രെസ് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസാണ് ഉണ്ടാവുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സ്വഭാവത്തെയും മറ്റുള്ള വ്യക്തികളെയും എല്ലാവരും അത് ബാധിക്കുന്നത് എന്നൊക്കെ നമുക്കിന്ന് മനസ്സിലായി. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ബാക്കിയായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.